the street, feeling raindrops fall, drenched in memories that calling me to recall. Every drop a reminder of the love that's washed away, but I won't let it drown me. I'll dance through the pain. Hey. ഹായ് ഹലോ, എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുഖം കഴുകുമ്പോൾ മാത്രം ഫ്രഷ് ആയിട്ടിരിക്കുന്നു, പെട്ടെന്ന് ഡള്ളായി പോകുന്നു. സമ്മർ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടാൻ ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് മാറുന്നില്ല എന്നൊക്കെ. സോ അതിനൊരു പ്രതിവിധിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് എവർഗ്ലോ റേഡിയൻറ്റ് ഫേസ് ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഷുഗർ കെയിനും ആലമുമാണ്. ആലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പഴയ കാലത്തൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. സോ ഇതിൻ്റെ രണ്ടിനെയും കൂടെ കോമ്പിനേഷൻ വെച്ച് എങ്ങനെയാണ് നമുക്ക് ഫേസ് വൈറ്റനിങ് ബ്രൈറ്റനിങ് ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ എവർഗ്ലോ റേഡിയൻറ്റ് ഫേസ് ക്രീമിലേക്ക് പോകാം. ഷുഗർ കെയിൻ ആണ് നമ്മുടെ ഇന്നത്തെ മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. വണ്ടർഫുൾ സ്കിൻ ബ്രൈറ്റനിങ് ഏജന്റ് ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയിട്ട് വെക്കാനും റേഡിയൻസ് ആയിട്ട് വെക്കാനും നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസിനെ കളയാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് ഞാൻ ചുമ്മാ കറങ്ങാൻ പോയപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഷുഗർ കെയിൻ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഷുഗർ കെയിൻ നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നിനുള്ള പോസിനെ അൺക്ലോഗ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അടുത്ത ഇൻഗ്രീഡിയന്റ് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം ഷുഗർ കെയിനെ പോലെ തന്നെ നമ്മുടെ ആന്റി ഏജിങ് സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. നമ്മൾ ഈ ഇരട്ടി മധുരത്തിന് ഷുഗർ കെയിൻ ജ്യൂസിൽ തന്നെയാണ് ഉരച്ച് അതിന്റെ ഒരു ക്രീം എടുക്കുന്നത്. നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനും ആന്റി ഏജിങ്ങിനെ തടയാനും ഏജിന്റെ സൈൻസ് നമ്മുടെ മുഖത്ത് വരാതിരിക്കാനും ഈ ഒരു ലിക്വറൈസ് എന്ന് പറയുന്ന ഇരട്ടി മധുരം ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് പിഗ്മെന്റേഷൻ റിഡക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മുടെ ഇരട്ടി മധുരത്തിനുള്ളത്. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനെ മാറ്റാനും നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും സൺ ഡാമേജിനെ മാറ്റാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഷുഗർ കെയിൻ ജ്യൂസിലേക്ക് നമ്മളുടെ ഇരട്ടി മധുരത്തിന്റെ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ അതിനകത്ത് ഹൈലറോണിക് ആസിഡും കൂടെ ഉണ്ട്. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയും ഹൈഡ്രേഷനും ഒക്കെ നിലനിർത്താനായിട്ട് ഇരട്ടി മധുരം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഗ്ലിസറിൻ എടുക്കാം. ഗ്ലിസറിനിലേക്ക് നമുക്ക് കുറച്ച് സാന്താൻ ഗം എടുത്ത് അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 1/2 സ്പൂൺ ഗ്ലിസറിനിലേക്ക് നമുക്ക് കുറച്ച് സാന്താൻ ഗം ഇടാം. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നതാണ് സാന്താൻ ഗമ്മിനെ കുറിച്ച്. ഇത് നമ്മുടെ ക്രീമിന് സ്റ്റെബിലിറ്റി തരാനും ഒരു ക്രീമിന്റെ എഫക്റ്റ് തരാനും വേണ്ടി ഉള്ള ഒരു ഏജന്റ് ആണ്. ഇതൊരു ഒരു ചെടിയുടെ ഒരു മരത്തിന്റെ കറയാണ്. ഗ്ലിസറിനും സാന്താൻ ഗമ്മും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അതിന്റെ ഒരു തിക്നെസ് കാണാൻ പറ്റും. ഇത് നമ്മൾ ഈ ഷുഗർ കെയിൻ ജ്യൂസിലോട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മിക്സിലേക്കും ആഡ് ചെയ്യുവാണ്. നമുക്ക് ഇപ്പൊ മാറ്റി വെക്കാം. സാന്താൻ ഗമ്മും ഗ്ലിസറിനും മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഒരു ബോട്ടിൽ എടുക്കുക. അതിൽ ഈ വെള്ളം ഒന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് ഷുഗർ കെയിനും നമ്മുടെ ഇരട്ടി മധുരവും മിക്സ് ചെയ്തത് കൂടെ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 15 ഡ്രോപ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് വെള്ളം ഒന്നുമില്ലാത്ത ഒരു സ്പൂണും കണ്ടെയ്നറും ഒക്കെ യൂസ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഷിയ ബട്ടർ ആണ്. ഷിയ ബട്ടർ അത് കഴിഞ്ഞ് നമ്മൾ ഇടുന്നത് അലോവേരയാണ്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറിനെ നിലനിർത്താൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിനകത്തെ വേറൊരു മാസ്റ്റർ ഇൻഗ്രീഡിയന്റ് ആലം എന്ന് പറയുന്നത്. സ്കിന്നിന് നല്ല കളർ തരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ആലം. കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്ത് പൗഡർ പോലെ ആക്കി, അതൊരു ഉപ്പ് പോലൊരു സാധനമാണ്, പൗഡർ പോലെ ആക്കി ഈ ഷുഗർ കെയിൻ ജ്യൂസിലേക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലിസറിനും സാന്താൻ ഗമ്മും കൂടെ ചേർക്കാം. വീണ്ടും നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഒട്ടും വേസ്റ്റ് ആക്കേണ്ട, എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു നല്ല മൂടി കൊണ്ട് മൂടിയിട്ട് നമുക്കിതിനെ ഒന്ന് ഹീറ്റ് ചെയ്യണം. ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഹീറ്റ് ചെയ്യണം. അപ്പോഴാണ് അതെല്ലാം കൂടെ മിക്സ് ആകുക. ആ സമയം കൊണ്ട് നമുക്ക് ക്രീമിന്റെ ബേസ് ഉണ്ടാക്കാം. ഒരു 1/2 സ്പൂൺ റൈസ് ഫ്ലോർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 1/2 സ്പൂൺ റൈസ് ഫ്ലോറിലേക്ക് നമ്മൾ 1/2 സ്പൂൺ കോൺഫ്ലോർ കൂടിയാണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലോറും റൈസ് ഫ്ലോറും മറക്കണ്ട. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി മിക്സ് ചെയ്യുക.
കുറച്ച് മതിയാകും, ഒരുപാട് വേണ്ട. നമ്മൾക്ക് ആവശ്യമുള്ള അത്ര മാത്രം എടുക്കുക. റൈസ് ഫ്ലോറും കോൺഫ്ലോറും ഒക്കെ നമുക്ക് സ്കിന്നിന് നല്ല ഫെയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും ചുളിവുകളും റിങ്കിൾസും ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഒരു 5 മിനിറ്റ് ചൂടാക്കുമ്പോഴേക്കും ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ വരും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മളുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് ആറിക്കഴിഞ്ഞ് എടുത്തോണ്ട് വരണം. എന്നിട്ട് ഈ ഒരു ക്രീമിന്റെ ബേസിലെ കോൺഫ്ലോറും ഈ റൈസ് ഫ്ലോറും കൂടെയുള്ള ബേസിലേക്ക് നമ്മുടെ ഷുഗർ കെയിനും ഇരട്ടി മധുരവും എല്ലാം കൂടെ ചേർന്ന മിക്സ് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ ബ്ലാക്ക് മാർക്കുകളും മാറുന്നതാണ്. നല്ല കളർ കിട്ടും നമ്മുടെ ഫേസിന്. ഇത് ഒഴിച്ചിട്ട് ഒരു ബീറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും ഈ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. കാരണം അതിനകത്ത് ഷിയ ബട്ടർ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, ഷുഗർ കെയിൻ, നമ്മുടെ ഇരട്ടി മധുരം എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒരേപോലെ എല്ലായിടത്തും യോജിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞ് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ, അതായത് ഉണങ്ങിയ സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നർ, എപ്പോഴും പറയുന്നത് പോലെ സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജില് 1 മാസത്തോളം സൂക്ഷിക്കാവുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ വേണ്ട. ഇത് സ്കിന്നിനെ അത്രത്തോളം ബ്രൈറ്റൻ ആക്കും. നല്ല വാഷ് ചെയ്ത ഫേസിൽ, ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം എല്ലാ ഫേസ് പാക്കും അപ്ലൈ ചെയ്യാൻ. പാച്ച് ടെസ്റ്റ് എടുത്തോളൂ, എല്ലാം തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇത് മുഖത്തിട്ട് ഒരു 25 മിനിറ്റ്സ് മുഖത്തിട്ടോളൂ. മുഖത്തിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടാൻ ഒരിക്കലും മറക്കരുത്. മോയ്സ്ചറൈസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് കണ്ട ഈ ഫേസ് ക്രീം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 40 ഡേയ്സ് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ തന്നെ ഫീൽ ചെയ്യും. ആ വ്യത്യാസം ഒന്ന് എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഷുഗറിന് സ്കിൻ കെയറിൽ ദ ഹയസ്റ്റ് പൊസിഷൻ തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നാച്ചുറലായിട്ട് നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ ഷുഗർ കെയിൻ ജ്യൂസും കൊണ്ട് നമ്മളൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ആലം വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ. ഇതൊക്കെയും നമുക്ക് കുറച്ച് കോൺഫിഡൻസ് തരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഈ ഒരു ക്രീമുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്, അല്ലേ? നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പ്ലേസിൽ നമ്മൾ പോകരുത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പ്ലേസ് വേണ്ട, അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ ഇമ്പോർട്ടൻസ്, നമ്മളുടെ ഒരു ഓറ, നമ്മളുടെ ഒരു ബ്രൈറ്റ്നെസ്, നമ്മളുടെ ഒരു ഓറ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളുടെ ഒരു ഓറ എല്ലായിടത്തും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലേസ് ആവണം. നമ്മൾ പോകുന്നിടമെല്ലാം നമ്മളായിരിക്കണം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അതിന് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ആൻറ്റി ഏജിങ്ങൾ ചെയ്താൽ മതി. നമ്മൾക്ക് പ്രായമായി എന്നുള്ള ആ ഒരു തോന്നലൊന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും പ്രായമാകും. ബട്ട് കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, കുട്ടികൾ മീൻസ് ഏർലി യങ് ഏജിലിരിക്കുന്ന ആൾക്കാർ, നമ്മളുടെ തലമുറ 90s 80s എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറകോട്ടിടുമ്പോൾ അതിന് മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളെക്കാളും യങ്ങായിട്ട് എൻ്റെ സ്കിൻ ഇരിക്കുന്നുണ്ട് എന്ന് കോൺഫിഡൻറ്റോടെ മനസ്സിൽ വിചാരിക്കുക. എപ്പോൾ അങ്ങനെ വിചാരിക്കാൻ പറ്റും? നമ്മളൊരു പ്രോപ്പർ സ്കിൻ കെയർ എടുക്കുന്ന സമയത്ത്. സോ സ്കിൻ കെയർ എടുക്കാൻ ഒട്ടും മടിക്കേണ്ട. സ്കിൻ കെയർ റൊട്ടീൻ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. അത് ശീലമായിക്കോളും. കുറച്ചൊന്ന് ചെയ്ത് കഴിയുമ്പോൾ, ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് അതൊരു വലിയ ബേർഡനായിട്ടും ടൈമില്ലാത്ത പോലെ അയ്യോ ടിഫിൻ ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം എന്ന് നമ്മൾ പോകേണ്ടത്. എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ച ഉടനെ സ്കിൻ കെയർ അങ്ങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും കാണും എന്നുള്ള വിശ്വാസത്തോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ.